ഇവളെ അടുത്തുള്ളത് 17 Pro Max ആണ്. എൻ്റെ അടുത്തുള്ളത് 17 Pro. ഇവളെപ്പോൾ എന്നെ കളിയാക്കുന്നു, നിൻ്റെ അടുത്ത് ചെറിയ ഫോണാണെന്ന് പറഞ്ഞിട്ട്. ഏറ്റവും കംഫർട്ടാണ് 17 Pro. നമ്മളിങ്ങനെ നടക്കുമ്പോൾ ഇവിടെ ഇപ്പം മഴ പെയ്യുന്നുണ്ട്, നല്ല ക്ലൈമറ്റ് അവിടെ, അടിപൊളി. പക്ഷെ എന്ത് ചെയ്യാനാ, പുറത്തൊന്നും ഇറങ്ങാനും പറ്റുന്നില്ല, വല്ലാത്തൊരു വിധി തന്നെ. നമ്മൾ ഇന്ന് മഫ്തിലാല് ബുക്ക് വാങ്ങാൻ പോവുകയാണ്, MES സ്കൂളിൽ ഖത്തറിലുള്ളത്. അങ്ങനെ ഞാനും എൻ്റെ ഫ്രണ്ടിനെ കൂട്ടി, കാരണം അവിടെ നല്ല തിരക്കുണ്ടെങ്കിൽ നമുക്കിങ്ങനെ ഓരോ വർത്താനം പറയാലോ. നോക്ക്, ഫുള്ള് നല്ല ക്ലൈമറ്റ്. ഇവള് പറഞ്ഞതുകൊണ്ട് നോക്ക്, ഭയങ്കര ക്ലൈമറ്റ് കേട്ടാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ക്ലൈമറ്റ്. നമ്മളങ്ങനെ ബുക്കെല്ലാം വാങ്ങിയിട്ട് വന്നിട്ട് ചായ കുടിക്കാൻ. നല്ല ഉള്ളിവട, കായ് പൊരിച്ച, നമ്മുടെ നാട്ടിൽ കായ് പൊരിച്ച പറയും. അപ്പോൾ എല്ലാവരും ഉണ്ട് നമ്മളെ കൂടെ. ടേസ്റ്റാണ്. ഒന്ന് മാറുമോ പ്ലീസ്? ഭയങ്കര ക്ലൈമറ്റ് കേട്ടാ, പറഞ്ഞറിയിക്കാൻ പറ്റാത്ത ക്ലൈമറ്റ്. ഒരു വിന്റർ, ഒരു നല്ലൊരു അടിപൊളി ഇതാണ് നമ്മളെ മെലീബി. അങ്ങനെ നമ്മൾ കാലിക്കറ്റ് ടേസ്റ്റിന്ന് ചായയൊക്കെ കുടിച്ചിട്ട് നേരെ ജുമാന്റെ റൂമിന്റെ അടുത്തുള്ള അതായത് മദീനത്തിലുള്ള ലൂലുവിലേക്ക് വന്നു. കുറച്ച് പർച്ചേസിങ് ഉണ്ട്, സാധനങ്ങൾ വാങ്ങണം. ഇവള് വെറുതെ വന്നത്, ഇവള് വായി നോക്കാൻ വന്നതായി. അല്ല, എനിക്ക് ഫിഷും രണ്ടൈറ്റം മേടിക്കാണ്. സന്തോഷം. അപ്പൊ ട്രോളി ഇടും മാമ? ട്രോളിയില്ല, ഈ ട്രോളിയിലിടും. ഇപ്പുറത്തുനിന്ന് ഇവള് വ്ലോഗ് എടുക്കാണ്, ഇപ്പുറത്തുനിന്ന് ഞാനെടുക്കാണ്. ഗൈസ്, നമ്മളങ്ങനെ വെജിറ്റബിൾ സെക്ഷനിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇവിടെ ഈ മദീനത്തിൻ്റെ ലൂലൂല് വന്നാലുണ്ടല്ലോ, ഇവിടെ അങ്ങനെ ആരും ഉണ്ടാവില്ല. നല്ല സമാധാനത്തിന് നമുക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും. അങ്ങനെ നമ്മൾ വെജിറ്റബിൾ സെക്ഷനിലേക്ക് വന്നു. അവിടുന്ന് ആരെല്ലോ ഫോൺ വിളിക്കുന്നുണ്ട്. അവൾക്ക് ടൈം കൂടുതലാണേ, വേറെ പണിയൊന്നുമില്ല. എനിക്ക് കുറേ പണിയുണ്ട്, അതുകൊണ്ട് എനിക്ക് ടൈമില്ല. അതാണ് എൻ്റെ പ്രശ്നം. എന്നിട്ട് നമ്മളിങ്ങനെ പോവുകയാണ്. ജുമാനെ വെയിറ്റ് ചെയ്യാണ്. ജുമാനെ ബാത്റൂം പോയിട്ട് നോക്ക്, ഇടയ്ക്കിടയ്ക്ക് ബാത്റൂം പോകണം ഗൈസ്. ഓളങ്ങനെ ചെയ്യാണ്. ഞാനിവിടെ പോസ്റ്റായി. ഇവിടെ വന്നു കഴിഞ്ഞാൽ ഷോപ്പിങ്ങിന് അറ്റ്ലീസ്റ്റ് ഒരു 5 hours എങ്കിലും എടുക്കും. അങ്ങനെ ഗൈസ്, നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു. ഇപ്പം ജുമാനൻ്റെ വീട്ടിൻ്റെ മുന്നിലുണ്ട്. യൂട്യൂബ് കണ്ട് സപ്പോർട്ട് ചെയ്യുക. ഇവളാണ് ഭയങ്കര ആരോഗ്യല്ലോ, ആരെയല്ലോ എന്താക്കുന്ന സോപ്പിടുന്ന ഗൈസ്. ആരോടല്ലോ വർത്തനം. ഇനി നമുക്ക് എന്താക്കണം, ജുമാനെ സോപ്പ് ഇട്ടിട്ട് നമ്മളെ റൂമിലേക്ക് ഇറക്കി തരണം. വെറുതെ ടാക്സി പിടിക്കണ്ടേ ഗൈസ്? പൈസയൊന്നും ഇല്ലേ, കഷ്ടപ്പാടാണ് ഇപ്പോൾ. ഇവർക്കാണെങ്കിൽ ഫുള്ള് ഫ്രണ്ട്സാണ്, എല്ലാവരോടും പോയിട്ട് വർത്താനം പറയും. എന്നെ കൊണ്ടാക്കി തരാമെന്ന് ജുമാന സമ്മതിച്ചിരിക്കുകയാണ്. അങ്ങനെ നമ്മളിവിടെ വെയിറ്റ് ചെയ്യണം. എൻ്റെ മക്കൾ ഓള് റൂമിലാണുള്ളത്. മക്കളെ ഇനി ഇങ്ങോട്ട് ഇടിക്കണം. മക്കൾ മെലീബിനെ കണ്ടാൽ വരില്ല, അവിടെ തന്നെ നിൽക്കും. ഇന്ന് നിൽക്കാന്നൊക്കെ പറഞ്ഞിട്ട് മേലെ പോയിട്ടുണ്ട്. ഇനിയിപ്പോൾ ആദിത്യങ്ങൾ ഇങ്ങോട്ട് ഇറക്കാൻ എന്തോ ഒരു വഴി. ഇവിടെ ഉണ്ടോ, ഫുള്ള് ബിസിയാണ്, ഫുൾ ടൈം ഫോണാണ്. ഞാൻ വെറുതെ തന്നാൽ എൻ്റെ അടുത്ത് പറയും, നിന്നെ കാണാൻ വാ നമുക്ക് അടിച്ചു പൊളിക്കാം, അങ്ങനെയാ ഇങ്ങനെയാന്നൊക്കെ പറയാം. പക്ഷേ ഇങ്ങനെ എന്താ സംഭവം എന്ന് അറിയാവാ, അടുത്ത് വന്നു കഴിഞ്ഞാൽ ഓളെന്താക്കുമെന്ന് അറിയാവോ, ഇങ്ങനെ ഫോണ് കണ്ട ഫോണ്. ഞാൻ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നുണ്ടെന്ന് പറഞ്ഞാൽ പിന്നെ വലിയ ഫോണാണ്. അപ്പോൾ എൻ്റെ മക്കളുണ്ട് വരുന്ന ഗൈസ്, എടുത്തത് വാ. അങ്ങനെ മക്കളെ കൂട്ടിയിട്ട് ഞാൻ പോവുകയാണ് എൻ്റെ റൂമിൽ. നല്ല രസമുണ്ട് ഗൈസ്. ഇവള് രസമില്ല, ഇവള് പറയുന്നത് രസമില്ല. അതാരാ, നമ്മള് വൈതെറ്റിപ്പോയി ഗൈസ്. നമ്മള് കാറ് കയറിയിട്ട് വൈതെറ്റിപ്പോയി. ഇനിയിപ്പം ഞാനിതാ ഇവളെ സ്ഥലം അൻസാർ ഗാലറിന്റെ അടുത്തെത്തി. ചുറ്റി ജുമാൻ നമ്മളെ അൻസാർ ഗാലറിയിൽ കൊണ്ടാക്കി. ഞാനിങ്ങനെ ഖത്തർ തിരിച്ച് കാണിച്ചു കൊടുക്കാണ് എല്ലാ സ്ഥലവും. ഇവളോടില്ലേ നമ്മള് വേറെന്താ പറഞ്ഞു നോക്കിയാ, അൻസാർ ഗാലറി എന്ന് പറഞ്ഞാൽ ഇവിടെ നമ്മളെ ലൂലൂല് കൊണ്ടാക്കും. വീട്ടിലെത്തിക്കുന്ന പറഞ്ഞാൽ ഇവിടെ നമ്മളെ അൻസാർ ഗാലറി കൊണ്ടാക്കും. ഫുള്ള് വിറ്റ് തന്നെ.
കുറച്ചേരം റിലാക്സ് ചെയ്തിരിക്കാൻ പറ്റുന്നുണ്ട്. 1 മണിക്കൂർ വെറുതെ വേസ്റ്റ് ആക്കി. അവിടെ പോയിരുന്ന് യൂട്യൂബിലെ വീഡിയോ എഡിറ്റ് ചെയ്യണ്ടേ ഞാനായിരുന്നു. ഇവിടെ ഇങ്ങനെ ഇരിക്കും. ലൈറ്റ് ഇട്ട പ്രശ്നം ചിൽ മോഡ്. വീട്ടിലെത്തിയാൽ മതിയായിരുന്നു എന്ന് വിചാരിക്കുന്നു. അവിടെ പാട്ടൊന്നും ഇല്ല. പാട്ടൊന്നുമില്ല, യൂട്യൂബ് വീഡിയോ എടുക്കല്ലേ. പിന്നെ ബിജലിമ്പിച്ച് അങ്ങോട്ട് കാണിക്കുന്നുണ്ട്. ഈ ഒരു പാട്ട് പാടി കൊടുക്കും. പാട്ടുകളെല്ലാം കൂടല്ലേ. എങ്ങനെയും നിങ്ങളൊന്ന് വീട്ടിലെത്തിക്കണം. ശല്യാണ്. വേഗം എവിടെയെങ്കിലും കൊണ്ടിട്ട് എത്തിക്കാന്നാണ് പറയുന്നത്. എടി ഒരു പാട്ട് പാട്. നല്ല പാട്ടല്ല. ഇങ്ങനെ ഇന്ന സിനിമയെല്ലാം വിളിക്കൂ. പാട്ട് പാടില്ലേ. ഇപ്പൊ പാട്ടുകളെല്ലാം മൂടില്ല.